ക്യാമറ പ്രൊസീഡിംഗ് നടത്തണം. ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? അതിജീവിതയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവർക്ക് ഒരു ബുദ്ധിമുട്ട് വീണ്ടും ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇതിനകത്ത് നിയമത്തിലെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്, വേവർ. ഒരു കാര്യം എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുകയാണ്, എനിക്കിത് വേണ്ട, കാരണം എനിക്ക് തന്നെ ഒരു ഹരാസ്മെന്റ് ആയിട്ട് അടച്ചിട്ട മുറിയിൽ ആരും പരിശോധിക്കാത്ത രീതിയിൽ എനിക്കിവിടെ നേരിടേണ്ടി വരുന്നത് ഒരു പീഡനമാണ് എന്ന് അതിജീവിത പറയുകയാണ്. അത് കോടതി പറയുകയാണ്, ഇല്ല, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് അടച്ചിട്ട മുറിയിലെ കേൾക്കൂ. അത് ഇവിടുത്തെ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ എന്ന് പറയുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ട് അയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും വേവ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരാൾക്ക് എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടത് ഓപ്പൺ കോടതിയിലെ ഹിയറിംഗ് ആണ്, എനിക്കിതിൽ അപമാനം തോന്നുന്നില്ല. അപമാനം തോന്നേണ്ടത് ആർക്കാണ്? ഈ അതിജീവിതയുടെ നിയമയുദ്ധത്തെ പരാജയപ്പെടുത്തിയ സംവിധാനത്തിനാണ് അവിടെ നാണക്കേട് തോന്നേണ്ടത്. അപ്പം ഇതുകൊണ്ട് കണ്ടന്റ് കൊണ്ടൊന്നും നിൽക്കുന്ന കാര്യമല്ല. കാരണം അതിജീവിത തന്നെ ഇന്ന് വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായെന്നുള്ളത്. അവർക്ക് പറയാവുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഫൈറ്റ് അവരുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയാണ്. ഇത് അപ്പീൽ കോടതിയിൽ പോകുമ്പോൾ, ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഏതൊക്കെ തെളിവുകൾ കോടതിയുടെ സമക്ഷം വന്നു, അത് എന്നിട്ടും എന്തുകൊണ്ട് അതെല്ലാം അവഗണിക്കപ്പെട്ടു? ഈ കാര്യങ്ങൾ കോടതി മുന്നിൽ കൊണ്ടുവന്ന തെളിവുകളെ കണ്ണടയ്ക്കുന്നത് എന്ത് കാരണം പറഞ്ഞിട്ടാണ്? ആ കാരണങ്ങളൊക്കെ ന്യായമാണോ എന്നുള്ളത് പുനഃപരിശോധിക്കപ്പെടും. പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ പൾസർ സുനി പുതുതായിട്ട് അഭിമുഖം കൊടുത്തതൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അതിൽ അക്യൂസ് നമ്പർ 8 പേരെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ അഡീഷണൽ ആയിട്ട് എവിഡൻസ് എടുക്കാവുന്നതാണ്. പുതിയതായിട്ട് ഒരാളെ വിറ്റ്നസ് ആയിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കാവുന്നതാണ്. കോൺസ്പിറസി നടന്നിട്ടുണ്ട്, കൊട്ടേഷൻ റേപ്പ് ആണെന്നുള്ളത് മൊഴിയിൽ വന്നിട്ടുണ്ട്. ഈ കൊട്ടേഷൻ റേപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ വളരെ അസാധാരണമായിട്ട് തോന്നുന്നു. ഇത് മാഡം ആരാണെന്ന് കണ്ടുപിടിച്ചില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇതിനകത്ത് പുനരന്വേഷണം വേണ്ട, ഒന്നും വേണ്ട, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് കിട്ടിയ തെളിവുകളെല്ലാം അവഗണിച്ചിട്ട് കോടതി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇതിൽ ദിലീപിന് യാതൊരു പങ്കുമില്ല എന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്? ഇതിന് മുന്നിലിരിക്കുന്ന തെളിവുകൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ശരി, ജുഡീഷ്യൽ ഓർഡറാണ്, നമുക്കത് നിയമപരമായിട്ട് മാത്രമേ ചാലഞ്ച് ചെയ്യാൻ പറ്റൂ. ഇത് നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ തുറന്ന് പരിശോധിക്കപ്പെടും. അതെല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാകും. കാര്യത എന്ന് പറയുന്നത് ഇതിനെല്ലാം മുകളിലാണ്. ഒരു വിക്ടിം പറയുകയാണ്, ഞാനൊരു അതിജീവിതയാണ്, ഇത് നേരത്തെ പറഞ്ഞ പോലെ ബർഖാദത്തയായിട്ട് വന്ന് അഭിമുഖം കൊടുക്കുന്നു, ഞാൻ അതിജീവിതയാണ്, എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, പൊതുസമൂഹം അറിയണം, കോടതിക്കകത്ത് നടന്നത് എന്താണെന്ന് അറിയണം എന്ന് പറയുമ്പോൾ ഇല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇനി പല കോടതി വിധികളുടെ കാര്യം പറയും. ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഇടക്കാല വിധികളുണ്ടായി. ഒരു പ്രൊസീഡിംഗ് അവിടെ നടക്കുമ്പോൾ അതിനിടയിൽ ഓരോ ഘട്ടത്തിൽ വന്ന് ഇല്ല, ആ ജഡ്ജി തന്നെ കേൾക്കട്ടെ, തക്കതായ കാരണങ്ങളില്ലാതെ ഒരു ജഡ്ജിയെ ഒരിക്കലും ബയസ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അത് സുപ്രീം കോടതി വിധികളുണ്ട്. ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നീതി നടന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പരിശോധിക്കപ്പെടും. ഈ നേരത്തെ ഉള്ള വിധികളൊന്നും അവിടെ എല്ലാ കാര്യങ്ങളും വീണ്ടും തുറന്ന് പരിശോധിക്കുന്ന ഒരു തടസ്സമേ അല്ല. ഈ വിധി എങ്ങനെയാണ് ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത്? പിന്നെ ഒരു കാര്യം കൂടെ പറയാം. സുപ്രീം കോടതി ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതി വിധി മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. അവിടെയും പറയുന്നത് ബയസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അലിഗേഷൻസ് എന്ന് വേണമെങ്കിലും വരാം, അതിനകത്ത് തക്കതായിട്ട് ബയസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ വിധി പോകും, നള്ളിറ്റി ആയിട്ട് മാറും. അത് സുപ്രീം കോടതി വിധികളെ പറ്റിയാണ് പറയുന്നത്. റിവ്യൂ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യൂറേറ്റീവ് റിപ്പറ്റീഷൻ എന്റർടൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതിജീവിത ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു സംവിധാനത്തിൽ എവിടെയോ വലിയ പാളിച്ചകൾ വന്നു, അവർക്കറിയാവുന്ന ഭാഷയിൽ അവർ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെട്ട സുതാര്യത കിട്ടിയിട്ടില്ല, കോടതിയിൽ അത് സുപ്രീം കോടതി വിധികൾക്കെതിരാണ്. അതിജീവിത കോടതിയിൽ വരുമ്പോൾ എങ്ങനെ പരിഗണന കൊടുക്കണം, അവിടെ ഒരു ദൗർഭാഗ്യകരമായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഒരു പരിഗണന കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം സുപ്രീം കോടതി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. ട്രയൽ കോടതി ജഡ്ജിയുടെ ബാധ്യതയാണ് അവിടെ ഒരു അതിജീവിത മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകണം. അവിടെ അവരുടെ അഭിഭാഷകരെ, പ്രോസിക്യൂഷന്റെ അഭിഭാഷകരെ കൂടി ഈക്വലായിട്ട് കേൾക്കണം. കൺസിഡറേഷൻ വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടുണ്ടോ, ന്യായമായി രണ്ട് സൈഡും കേട്ടിട്ടാണോ, അത് രണ്ട് പക്ഷത്തിനും തോന്നണ്ടേ. ഒരു വിധി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആരും അങ്ങനെ വിധികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എതിരായാൽ പോലും സ്വാഗതം ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നീതി നടന്നില്ല എന്നൊരു ശക്തമായ തോന്നൽ അതിജീവിതയ്ക്കുണ്ട്, സമൂഹത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്.